തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയം വരുന്നു. ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവിശ്വാസ പ്രമേയം സംബന്ധിച്ച് നോട്ടീസ് കൈമാറിയതായി യുഡിഎഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നോട്ടീസ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയതായി യുഡിഎഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുഡിഎഫിലെ 14 അംഗങ്ങളും ഒപ്പിട്ട നോട്ടീസാണ് നൽകിയിട്ടുള്ളത്. ചെയർമാൻ സ്ഥാനം ഏറ്റെട്ട് 6 മാസങ്ങൾ പിന്നിടുമ്പോൾ നഗരസഭാ വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണെന്നും അതിനാലാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. ഈ നഗരസഭ രൂപം കൊണ്ടതിന് ശേഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായി. അപ്പോഴെല്ലാം കണ്ടിട്ടുള്ള ഒരു പ്രവണത വികസനപരമായ കാഴ്ചപ്പാടുകളിൽ അത് നടപ്പിലാക്കുന്നതിലും ഒരു രാഷ്ട്രീയം കലർത്താതെ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളൊന്നും കൊണ്ടുവരാതെ അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യം വന്ന കൗൺസിലിന്റെ കാലം മുതൽ എത്രയോ വികസന പ്രവർത്തനങ്ങൾ തൊടുപുഴ പട്ടണത്തിൽ നടപ്പിലായി. തൊടുപുഴയിലെ സ്റ്റാൻഡ്, പാർക്ക് ഉൾപ്പെടെ നമ്മുടെ പൊതു ശ്മശാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ കൗൺസിലിന്റെ കാലത്ത് മങ്ങാട്ടുകര ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് അന്നൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നഗരത്തിലെ ഒട്ടുമിക്ക റോഡുകളും കുണ്ടും കുഴിയുമായി നിലകൊള്ളുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വാർഡ് സഭ വഴി അപേക്ഷിക്കുന്നവർക്ക് ഒന്നും ലഭ്യമാകുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായി. അത് തെളിയിക്കാൻ ചെയർപേഴ്സന്റെ പിടിവാശ കാരണം സാധിക്കുന്നില്ലെന്നും യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു. കെ ദീപക്, MA കരീം, ഫിലിപ്പ് ചേരിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.